രമേശ് ചെന്നിത്തലയെക്കുറിച്ചാണ്. അവിടെയും ഞാൻ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായാൽ രമേശ് ചെന്നിത്തലയുടെ സാഹചര്യം എന്ത് എന്നത് ചോദ്യമായി മാറുന്നത് പോലെ ഹൈക്കമാൻഡിന് മുന്നിലെ മറ്റൊരു ചോദ്യമാണ്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ വി.ഡി. സതീശൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ, അദ്ദേഹം ഒരു ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നത്. പക്ഷേ നമുക്ക് രമേശ് ചെന്നിത്തലയെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം.എൽ.എമാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾ രമേശ് ചെന്നിത്തല തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുമ്പോൾ സീനിയോറിറ്റി കൂടി പരിഗണിക്കണം എന്നത്. ഒരു പക്ഷേ ഇതിനു മുമ്പ് കോൺഗ്രസിൻ്റെ ഒരു കീഴ്വഴക്കവും അതുതന്നെയായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് മാത്രവുമല്ല, മറ്റൊരു കാര്യം, നേരത്തെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. ആ കാലഘട്ടം ഉമ്മൻചാണ്ടിയുടേതാണ്. അതായത് ആദ്യ പിണറായി വിജയൻ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയെപ്പോലെ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. ഒരു പക്ഷേ ഒരു ടേം വ്യവസ്ഥയിൽ മുഖ്യമന്ത്രി ആദ്യം രമേശ് ചെന്നിത്തല ആയേക്കാം, അതല്ല എങ്കിൽ രണ്ടാമതായേക്കാം. അങ്ങനെ പോലും ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു അവസരം, ആ അവസരം അദ്ദേഹത്തിൽ നിന്ന് തട്ടിമാറ്റപ്പെട്ട സമയത്ത് അത് അംഗീകരിച്ച ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തെ ഹൈക്കമാൻഡിന് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒപ്പം ഭരണതലത്തിലെ പരിചയമാണ്. നമുക്കറിയാം, കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി കൂടിയായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ജനപ്രതിനിധിയാവുകയും ചെയ്ത രമേശ് ചെന്നിത്തല ഇതിനോടകം തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് അടക്കം കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയമുണ്ട് എന്നതാണ് അദ്ദേഹത്തിന് അനുകൂലമാകുന്ന ഘടകങ്ങൾ. അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. ഇവിടെ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കേണ്ടത്, ആദ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വീണ്ടും ചർച്ചയാവുകയും ചെയ്തതാണ്. പക്ഷേ അവസാനം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്നതിന് മുമ്പ് കോവിഡ് പോലെയുള്ള പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒരു പക്ഷേ ഇപ്പോഴും പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത്, അങ്ങനെ ഒരു കോവിഡ് കാലഘട്ടം ഉണ്ടായിരുന്നില്ല എങ്കിൽ കോൺഗ്രസ് ജയിക്കുമായിരുന്നുവെന്നും ഇതേ രമേശ് ചെന്നിത്തല തന്നെ അന്ന് മുഖ്യമന്ത്രിയാകുമായിരുന്നു. അതുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവിന് ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം കരുത്തനായി തന്നെയാണ് വർത്തിച്ചത് എന്ന ഒരു പൊതു നിരീക്ഷണം കൂടിയുണ്ട്. മറ്റൊന്ന് സമുദായ നേതാക്കളുടെ പിന്തുണയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വി.ഡി. സതീശൻ പലപ്പോഴും സമുദായ നേതാക്കളുടെ പൂർണ്ണമായ ഒരു പിന്തുണ നേടാൻ സാധിച്ചിട്ടുള്ള നേതാവല്ല എന്ന് മാത്രവുമല്ല, അത്തരം സമ്മർദ്ദ ശക്തികളെ എതിർക്കുകയും ചെയ്യുമ്പോൾ സമുദായ നേതാക്കളുടെ കൂടുതൽ പിന്തുണ ആർജിക്കാൻ ശേഷിയുള്ള ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അത്തരം മെയ്വഴക്കം അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ അനുഭവ സമ്പത്തിൽ നിന്ന് നേടാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 5 വർഷങ്ങൾ എന്നത് ഭരണതലത്തിൽ മികവ് പുലർത്തണം, മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തണം. അങ്ങനെയുള്ള എല്ലാ ഇക്വേഷൻസും പാലിക്കാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ആകണമെങ്കിൽ അവിടെയാണ് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കേണ്ടതായി വരുന്നത്. അതേസമയം മറുഭാഗത്ത് രമേശ് ചെന്നിത്തല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് നയിച്ച് പരാജയപ്പെട്ട നേതാവ് എന്ന തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് സാധാരണ നമുക്കറിയാം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ 5 വർഷം ഒരു മുന്നണി അധികാരത്തിലിരിക്കും, അതിനുശേഷം അടുത്ത മുന്നണി അധികാരത്തിൽ വരും, പിന്നീട് വീണ്ടും അത് ആ മുന്നണി മാറും. ഇതാണ് എങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി 10 വർഷക്കാലം പൂർത്തിയാക്കിയത് പിണറായി വിജയനായിരുന്നു. അന്ന് ഒരു പ്രതിപക്ഷത്തിരുന്ന രമേശ് ചെന്നിത്തല പരാജയമായി പോയി എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തൽ മറുഭാഗത്തിനെങ്കിലും ഉണ്ട് എന്നതാണ്. ഇനിയിപ്പോൾ അറിയേണ്ടത് ഹൈക്കമാൻഡിൻ്റെ ഒരു പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുമോ എന്നതാണ്. അവിടെ നിർണായകമാകാൻ പോകുന്നത് കെ.സി. വേണുഗോപാൽ ഒരു പക്ഷേ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നില്ല എങ്കിൽ കെ.സി. വേണുഗോപാലിന് കൂടുതൽ തൽപരനായിട്ടുള്ള ആൾ രമേശ് ചെന്നിത്തല എന്നതാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് ഉള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോൾ ഹൈക്കമാൻഡിൽ ഇല്ല. ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം, സോണിയാഗാന്ധിയുമായും ഗാന്ധി കുടുംബവുമായി ഏറ്റവും നല്ല അടുപ്പം പുലർത്തിയിരുന്ന, ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും നന്നായി ഹിന്ദി സംസാരിക്കുന്ന നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ അടക്കം പ്രസംഗിക്കാൻ പോകുന്ന ഒരാൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ടൊക്കെ നേതാക്കൾക്കിടയിൽ നൽകിയ ഹൈക്കമാൻഡിനിടയിലൊക്കെ നല്ല സ്വാധീനമുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ സ്വാധീനം ഇല്ല. ഹൈക്കമാൻഡിൻ്റെ പിന്തുണ അങ്ങനെ ലഭിച്ചേക്കില്ല എന്ന സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുമ്പോൾ എം.എൽ.എമാരിൽ നിന്ന് അഭിപ്രായം ആരായുമ്പോൾ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, നേരത്തെ ഉള്ളതുപോലെ AI ഗ്രൂപ്പുകൾ, അങ്ങനെയൊരു പ്രബലമായ ഗ്രൂപ്പ് കോൺഗ്രസിൽ ഇല്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ എം.എൽ.എമാരിൽ 63 പേരിൽ എത്ര പേരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കും എന്നതുകൂടി ഹൈക്കമാൻഡിന് വിലയിരുത്തേണ്ടതായി വരും. അവിടെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് രമേശ് ചെന്നിത്തല എത്തില്ല എന്നാണ് അറിയുന്നത്. എങ്കിലും കുറേയധികം എം.എൽ.എമാരുടെ പിന്തുണ ആർജിക്കാൻ
സാധിക്കും എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഓരോ നേതാക്കളെയും 1 by 1 ആയി കാണുകയും ഒറ്റയ്ക്കിരുത്തിയാണ് നിരീക്ഷകർ അഭിപ്രായം തേടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രഹസ്യ സ്വഭാവം ഉണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. ഒപ്പം ഘടകകക്ഷികളുടെ പിന്തുണ, അവിടെയാണ് വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തിയിരുന്നു എന്ന കാര്യം ഓർമ്മിപ്പിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റേത് ഉൾപ്പെടെയുള്ള ഒരു പരിപൂർണമായ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുമോ എന്നതിൽ സംശയമുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ആണ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതികൂലമാകുന്നത്. ഈ സാഹചര്യങ്ങളെ വിലയിരുത്തി ഇതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നതാണ് ഹൈക്കമാൻഡിന് മുന്നിലെ വലിയ വെല്ലുവിളി. ആ വെല്ലുവിളിയെ എങ്ങനെയാണ് ഹൈക്കമാൻഡ് മറികടക്കുക? ഇതിൽ രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, ഒപ്പം കെ.സി. വേണുഗോപാൽ, ഇതിൽ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് ഹൈക്കമാൻഡ് അന്തിമമായി തീരുമാനിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.